ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇത് ഞാൻ നിൽക്കുന്നത് കുറേ ചെടിച്ചട്ടികളുടെ അടുത്താണ്. അപ്പോൾ ഈ ചെടിച്ചട്ടികളുടെ ഒരു പ്രത്യേക വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഇടയായിട്ട് കുറച്ച് ബൊഗൈൻ വില കളക്ട് ചെയ്ത് തുടങ്ങി. അറിയാമല്ലോ, ഇത് അവിടെയൊക്കെ നോക്കിയാൽ കുറേ ബൊഗൈൻ വില കാണാൻ പറ്റും. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ മതിലിലും കണ്ടോ, അതുമുതൽ ഇങ്ങ് അറ്റം വരെയും കുറേ ചെടികൾ ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചെടികളുടെ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് ആ ചട്ടിയില്ലേ, ആ ചെടിച്ചട്ടി കാണുന്ന സമയത്ത് കുറേ പേര് എന്നോട് ചോദിച്ചു ഇതെന്ത് ചട്ടിയാണ്, എത്ര രൂപയാണ്, എവിടെ നിന്ന് വാങ്ങിയെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും ഒരു 30 ചട്ടികളൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അതേ ചട്ടികൾ വീണ്ടും വാങ്ങിയെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നു പുതുതായിട്ട് കുറച്ചധികം ബൊഗൈൻവില്ല ചെടികൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് പുതിയൊരു വീട്ടിലേക്ക്. അപ്പോൾ അത് നടാൻ വേണ്ടിയാണ് ഈ ചട്ടികളെ വീണ്ടും വാങ്ങിയത്. അപ്പോൾ ഈ ചട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഇത് സിമെൻറ്റ് ചട്ടികളാണ്. ചിലരൊക്കെ ചോദിച്ചു പ്ലാസ്റ്റിക് ആണോ, ചിലർ ചോദിച്ചു മണ്ണിൻ്റെ ആണോ. അല്ല, സിമെൻറ്റ് ചട്ടികൾ തന്നെയാണ്. ഇത് എത്രമാത്രം ലാസ്റ്റ് ചെയ്യുമെന്നോ എത്രമാത്രം റിലയബിൾ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വെച്ചിട്ട് കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. ഞാനൊരു ചട്ടി എടുത്ത് കാണിച്ചു തരാം. ഇത് 12 ഇഞ്ചിൻ്റെ ചട്ടി എന്ന് അവർ പറഞ്ഞു കേട്ടോ. ഇതാണ് ചട്ടി കണ്ടോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഈ ഒരു ഡിസൈൻ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ തന്നെ അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഈ ഗ്രേ കളർ പെയിൻറ്റ് അടിച്ച് മേടിച്ചതാണ്. കാരണം ഞങ്ങൾ ഈ വീടും അതിലൊക്കെ ഒരു ഗ്രേ വൈറ്റ് തീമാണുള്ളത്. മതിലും മുറ്റമൊക്കെ പോയി കിടക്കണമൊക്കെ ശരിയാക്കി എടുക്കണം. എന്തായാലും അതിന് മാച്ചിങ് ആയിട്ടാണ് ഈ ഗ്രേ കളർ ചട്ടി തന്നെ വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടിക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന എത്ര വെച്ചാൽ 50 രൂപയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 50 രൂപയ്ക്ക് ലാഭമാണെന്ന് തോന്നുന്നു. കാരണം ബൊഗൈൻവില്ല വളർന്നതനുസരിച്ച് നമ്മൾ ചട്ടി മാറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ ചട്ടി മാറ്റുന്ന സമയത്ത് പൊട്ടിയാലും സാറില്ല, നമുക്ക് അടുത്ത ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ എന്തായാലും ഇത്തരം ചട്ടികൾ ഓൺലൈനൊന്നും കിട്ടില്ല, നമ്മൾ പോയി തന്നെ വാങ്ങേണ്ടി വരും. ഇത് വാങ്ങണം എന്നുള്ളവർക്ക് വേണ്ടി ഇത് വാങ്ങിയ ഷോപ്പും അവിടെ ചട്ടികളുടെ കളക്ഷനും ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഷോപ്പിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ടെൻ്റൊക്കെ അടിച്ച് ഉണ്ടാക്കി വിൽക്കുന്നതാണ് ഈ ചട്ടികൾ. ഇവിടെ നോക്കുകയാണെങ്കിൽ പല വലിപ്പത്തിലും ഡിസൈനിലുള്ള ഒരുപാട് ചട്ടികൾ വെച്ചിരിക്കുന്നത് കാണാം. അതിനിടയിലായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത ചട്ടികളും കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒരെണ്ണം എടുത്ത് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ചട്ടി. ഞങ്ങൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് 80 ചട്ടികളാട്ടോ. ഇതിൽ 30 എണ്ണം എനിക്കും ബാക്കി 50 എണ്ണം എൻ്റെ ഒരു ഫ്രണ്ടിനുമാണ്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ 30 ചട്ടികളും കാറിൽ തന്നെ കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ്. ഈ ചട്ടികളുടെ ഇടയിൽ പേപ്പറൊക്കെ വെച്ച് അത്യാവശ്യം സേഫായിട്ടാണ് ലോഡ് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം ഡിക്കി സ്പേസ് ഉള്ളതുകൊണ്ട് ഒരു 18 എണ്ണം എൻ്റെ കാറിൻ്റെ ഡിക്കിയിലും ബാക്കി 12 എണ്ണം പിൻസീറ്റിലുമായിട്ടാണ് വീട്ടിലേക്ക് എത്തിച്ചേട്ടോ. ഈ ചട്ടികൾ 50 രൂപയ്ക്ക് ലാഭമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇവർ 60 രൂപയാണ് ചോദിച്ചത്, 50 രൂപ പറഞ്ഞപ്പോൾ തന്നു എന്തായാലും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഇത് 50 രൂപയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലും താഴ്ന്ന വിലയ്ക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല, ബാർഗെയിൻ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നും വരുമ്പോൾ കഴക്കൂട്ടം, പിന്നെ കണിയാപുരം, അത് കഴിഞ്ഞ് പള്ളിപ്പുറം CRPF ക്യാമ്പ് എത്തുന്നതിന് മുമ്പായിട്ട് സർവീസ് റോഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത് കേട്ടോ. നോക്കി വന്നാൽ കാണാൻ പറ്റും. 2 ഷോപ്പുണ്ട്. രണ്ടാമത്തെ ഷോപ്പ് എന്നാണ് ഞങ്ങളിത് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് എൻ്റെ സുഹൃത്ത് വാങ്ങിയ 50 ചട്ടി ഉണ്ടല്ലോ, അത് അവിടെ നിന്നൊരു വണ്ടി പിടിച്ചിട്ട് ആ വണ്ടിയിലേക്ക് കയറിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവച്ചത്. അതൊരു വളരെ ഭംഗിയായിട്ട് തന്നെ ലോഡ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ, അറ്റ്ലീസ്റ്റ് ട്രിവാൻഡ്രക്കാർക്കെങ്കിലും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.